എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ആർക്കോട്ട് മട്ടൻ ചോപ്സ്. അത് ആർക്കോട്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെങ്ങാനുള്ള ഏതോ ഒരു വിഭാഗക്കാർ ഒരു വളരെ പുരാതനമായൊരു റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യമുള്ളൂ. നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ കുറച്ച് സമയം പിടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം എടുത്തതിന് ശേഷം ഒരു കപ്പിൽ 200 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. 1/2 ടീസ്പൂൺ 1/2 കിലോ മട്ടന് 1/2 ടീസ്പൂൺ ഉപ്പേ ഇടാവേ, കൂടുതലായി പോണ്ട. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് മൂടി വെക്കാം ഒരു അരമണിക്കൂർ. നല്ലോണം അരമണിക്കൂറിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരമണിക്കൂറെങ്കിലും വെക്കണം. അത് ഒരു ഭാഗത്തിരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിക്കാം. ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. കുക്കറിലിട്ട് ഇതിനിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 വിസിൽ വരുന്നവരെ വേവിക്കാം. 10 വിസിൽ വന്നതിന് ശേഷം ഒരുവിധ ആവിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല ബെസ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മട്ടൻ പീസെല്ലാം നമുക്ക് ഇരുന്ന് ഊറ്റിയെടുക്കാം. കണ്ടില്ലേ, അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി ഈ കുക്കർ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ആ വെള്ളം നല്ലോണം, ആ കറി നല്ലോണം വറ്റി വരട്ടെ. നല്ലോണം വറ്റി വരണം. അപ്പം ഞാൻ ഇനി ഈ അടുപ്പ് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഈ അടുപ്പത്ത് ഞാൻ ഒരു പാന് വെച്ചിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ നെയ്യ് ഈ നമ്മൾ മട്ടൻ പീസ് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് അത്രയേ വേണ്ടൂ. അതിന് ശേഷം ഈ മട്ടനെല്ലാം കൂടി നല്ലോണം വിരിച്ചങ്ങ് വെച്ച് കൊടുക്കാം. അതൊന്ന് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. കണ്ടില്ലേ, അതായിരുന്നു മൊരിയുന്നുണ്ട്. നല്ലോണം ഒന്നിങ്ങനെ അടുത്ത് തന്നെ നിൽക്കണേ. മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആ അതിന്മേലുള്ള വെള്ളം എല്ലാം വറ്റി, നമ്മൾ കറിയിൽ നിന്ന് ഊറ്റിയെടുത്തതല്ലേ, അപ്പോൾ കറി ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് വറ്റുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരുവിധം എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായില്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഈ കറി ഉണ്ടല്ലോ, കണ്ടോ, അതും വറ്റി. ഇനിയിപ്പോൾ ഇത് ഈ സ്പൂണ് കൊണ്ട് എടുത്തിട്ട് ഈ കഷ്ണത്തിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉപ്പ് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതൽ വെള്ളത്തോട് കൂടി അങ്ങ് ഒഴിക്കുമ്പോൾ ഉപ്പ് കൂടുതലായി പോറേ. അതാ പറഞ്ഞ 1/2 ടീസ്പൂൺ ഉപ്പ് മതി. കണ്ടില്ലേ, നമ്മൾ നെയ്യൊന്നും ആക്കിയിട്ടില്ലല്ലോ, മട്ടനിൽ തന്നെ നല്ലോണം ഓയിലുണ്ടാവും. ഇനി ഇതൊരു റെഡിയായ സർവിങ് ബൗളിലേക്ക് മാറ്റി. കണ്ടില്ലേ, നല്ല അടിപൊളി മട്ടൻ റെഡിയല്ലേ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.